ഹായ് ഗൈസ്, ഞങ്ങൾ ഈ പാതിരാത്രിക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? ഞങ്ങളിവിടെ മൗറീഷ്യസിൽ ഗണേശ ചതുർത്ഥിക്ക് അമ്പലങ്ങളിൽ വൈകുന്നേരത്ത് പൂജയും ഭക്ഷണമെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി പോകുന്ന പോക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ അശോകേട്ടനും മില്ലേട്ടനും വരുന്നുണ്ട്. അപ്പോൾ അവർ ഇൻ്റർമാളിൻ്റെ അവിടെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇൻ്റർമാളിൻ്റെ അവിടെ എത്തി അവരെ വേണ്ടി കാത്തിട്ടാണ്. അവർക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അതുകൊണ്ട് അവരവിടുന്ന് ബസ്സിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് കാത്തിട്ടാണ്. അത് അവരിപ്പോൾ ഈ ബസ്സിനുണ്ടാവും. അത് അവരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾ 4 ആളും കൂടി ഇങ്ങോട്ട് നടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നടന്നു പോകേണ്ടത് ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. നല്ലൊരു അമ്പലമാണ് കേട്ടോ, തമിഴ് ആൾക്കാരുടെ അമ്പലമാണ്. ഇതാണ് അമ്പലം. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെ ഞാൻ ഒരു ഫുൾ വീഡിയോ, അതായത് ഈ ചടങ്ങുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ അമ്പലത്തെ ഒന്ന് കാണാൻ, തമിഴ്നാട്ടിലെ മൗറീഷ്യസിലെ ഒരു അമ്പലം കാണണം എന്ന് ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി നോക്കാൻ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഗണേശൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ പൂജ കാണാനും അതിന് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറേ സമയം ഞങ്ങൾ കാത്തു നിന്ന് കാരണം ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ചില ഫുഡ് അടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തു നിന്നിട്ട് കുറച്ച് സമയം ആ ഫുഡിൻ്റെ പരിപാടി സെറ്റപ്പെല്ലാം തുടങ്ങാനായി. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിൽക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമ്മുടെ കുറച്ച് മലയാളീസ് ഉണ്ട്. അവരാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇന്നത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവരാണ്. ഇപ്പം ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ ചവിട്ടി പിടിച്ചതാ ഇവിടുന്ന് ഇപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാര്യം നടന്നു. ഇനിയിപ്പം ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്കാണ്. ബൈ.